മലയാളികളുടെ ഇടയിൽ പ്രശസ്തിയിൽ എത്തിയ ഒരു ഗായിക തന്നെയാണ് അഞ്ജു ജോസഫ്. പലപ്പോഴായി തന്റെ വിവാഹബന്ധം വേർപെടുത്തിയതിനെ പറ്റിയും ആദ്യ വിവാഹ ബന്ധത്തെ പറ്റിയും ഒക്കെ വാർത്തകൾ നിറഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അഞ്ജുവിനെ കുറിച്ച് ഇപ്പോഴിത് അഞ്ജു രണ്ടാമത് വിവാഹിതയായിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. വരൻ ആരാണ് എന്നുള്ള ചോദ്യമാണ് ആദ്യം മുതൽ പ്രേക്ഷകർ ചോദിക്കുന്നത്. എവിടെയും വരന്റെ പേര് മാത്രം കണ്ടില്ല. വരന്റെ കാര്യങ്ങൾ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല? ഇങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾ ഇപ്പോൾ അഞ്ജുവിന് നേരെയുണ്ടെന്ന് പറയാം. നവംബർ 28-നാണ് ശരിക്കും വിവാഹം നടന്നത് എന്ന് പറയുന്നുണ്ട്. ഇന്നലെ നവംബർ 29-ന് വിവാഹ റിസപ്ഷൻ നടന്നതായി തന്നെ പറയുന്നു. അതുപോലെ ഇന്നും വിവാഹ റിസപ്ഷൻ ഇവർ ഒരുക്കിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നവംബർ 28-ന് നടന്ന വിവാഹം എന്നതും ശനിയാഴ്ച നടക്കുന്ന വിവാഹ റിസപ്ഷൻ വീഡിയോകളുമൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ആലപ്പുഴ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് ഒരു ചെറിയ ചടങ്ങിലൂടെയായിരുന്നു നടി ഗായികയൊക്കെയായ വ്യക്തി ഇപ്പോൾ വിവാഹിതയായിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഭാവിയെക്കുറിച്ചുള്ള എന്റെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും എന്നാണ് ചിത്രം പങ്കുവെച്ചുകൊണ്ട് അഞ്ജു ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. അടുത്തിടെയായി ചില സിനിമകളിലും അഞ്ജു അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇത് അഞ്ജുവിന്റെ രണ്ടാം വിവാഹമാണ് എന്ന് എല്ലാവർക്കും അറിയാം. വരനെക്കുറിച്ചുള്ള വാർത്തകൾക്കാണ് പ്രേക്ഷകർ കൂടുതലും കാത്തിരിക്കുന്നത്. റിയാലിറ്റി ഷോയിലൂടെയാണ് കൂടുതലും അഞ്ജു ശ്രദ്ധേയായത് എന്ന് പറയാം. ആദിത്യ പരമേശ്വരനാണ് താരത്തിന്റെ വരൻ. അഞ്ജു തന്നെയാണ് ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചത്. അഞ്ജു പറയുന്ന വിശേഷങ്ങളെല്ലാം പ്രേക്ഷകർ ഏറ്റെടുക്കാറുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ തന്നെയാണ് അഞ്ജു പുതുതായി പങ്കുവച്ചിരിക്കുന്ന ഈ വിശേഷം കൂടി ഏറ്റെടുക്കുന്നത്. ആദിത്യ സോഷ്യൽ മീഡിയയിൽ പോലും അധികം സജീവമല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴും പ്രേക്ഷകരെല്ലാവരും ആദിത്യയെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾക്ക് കാത്തിരിക്കുകയാണ്. കൂടുതൽ വാർത്തകളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടുന്നത്. കണ്ണീരുകൾക്ക് വിട എന്നും അഞ്ജു ജോസഫ് വീണ്ടും വിവാഹിതയായ വാർത്ത ഏറ്റെടുക്കുകയുമാണ് സോഷ്യൽ മീഡിയ. ഭാവി ജീവിതത്തിൽ ഇനി എന്റെ പ്രതീക്ഷയും സ്വപ്നവും ഇതാണ് എന്ന് അഞ്ജു കുറിച്ചിരിക്കുന്നു. രജിസ്റ്റർ ഓഫീസിന്റെ മുന്നിൽ പ്രിയതമനോടൊപ്പം നിൽക്കുന്ന ചിത്രമാണ് താരം പങ്കുവച്ചിരിക്കുന്നത്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അഞ്ജുവിന്റെ പല വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഈ ഇടയ്ക്ക് പോലും അതിന്റെ വീഡിയോകളെ കുറിച്ചുള്ള സംസാരമുണ്ടായിരുന്നു. എന്നിരുന്നാലും പ്രേക്ഷകരെല്ലാവരും ശ്രദ്ധിക്കുന്നത് അഞ്ജുവിന്റെ വിവാഹ വാർത്തയിലേക്ക് തന്നെയാണ്. രണ്ടാം വിവാഹം ഒരിക്കലും തെറ്റല്ല എന്ന് പറഞ്ഞിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് താരം. ശരിക്കും പറഞ്ഞാൽ ഈ വർഷം നടന്ന പല അഭിമുഖങ്ങളിലും ഇനിയൊരു വിവാഹം കഴിക്കുമോ എന്നാണ് ആരാധകരുടെ ചോദ്യമെന്ന് അഞ്ജു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇനിയൊരു വിവാഹം കഴിച്ചുകൂടാ എന്ന് ഞാൻ പറയില്ല. കഴിക്കുന്നതിൽ തെറ്റുമില്ല. രണ്ടാം വിവാഹത്തിന് എന്താണ് പ്രശ്നം? ഒരാളെ ചേരുന്നില്ല എന്ന് മനസ്സിലാക്കി അടുത്ത ആളോടൊപ്പം ജീവിക്കാൻ എന്താണ് പ്രശ്നം? രണ്ടുപേർക്കും ആ മനസ്സുണ്ടെങ്കിൽ അതിലൊരു കുഴപ്പവുമില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ അഞ്ജു ജോസഫ് വിവാഹിതയായിരിക്കുന്നു എന്നും വരൻ ആദിത്യ പരമേശ്വരനും ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത്. വരനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഞങ്ങൾക്ക് അറിയണമെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. അഞ്ജുവിന് ചേരുന്ന ചെറുപ്പക്കാരനാണെന്ന് എല്ലാവരും പറയുന്നു. 34 വയസ്സ് മാത്രമല്ലേ അഞ്ജുവിന്റെ പ്രായം. ഒരുപാട് ജീവിതം മുന്നോട്ടുണ്ടായിരുന്നു. അതിനിടയിലായിരുന്നു വിവാഹമോചനം നടന്നത്. അതുകൊണ്ട് തന്നെ വിവാഹമോചന വാർത്തകൾക്ക് ശേഷം കൂടുതലും സോഷ്യൽ മീഡിയയിൽ അഞ്ജുവിന്റെ വാർത്തകൾ കൂടുതലും വൈറലാകാറുണ്ടായിരുന്നു. ആരാണ് അഞ്ജുവിന്റെ ആദ്യ ഭർത്താവെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ കണ്ടുപിടിച്ച ആള് തന്നെയായിരുന്നുവെന്നും അധികം വൈകാതെ തന്നെ ഡിവോഴ്സായി എന്നൊക്കെ അഞ്ജു തന്റെ ആദ്യ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് മുതൽ തന്നെ അഞ്ജു കാത്തിരുന്നതെല്ലാം മറ്റൊരു വിവാഹത്തിന് വേണ്ടിയായിരുന്നു. തന്നെ പൊന്നുപോലെ നോക്കുന്ന ഒരു വ്യക്തിക്ക് വേണ്ടിയായിരുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.